ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായെന്ന് തോന്നാം. ഇനി ഒരു ജീവിതമില്ലെന്ന് നമുക്ക് തോന്നാം. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം. നിന്റെ സമ്പത്തിനെ നോക്കി നിന്നെ സ്നേഹിച്ചവരുണ്ട്. നിന്റെ സഹായത്തെ നോക്കി നിന്നെ സ്നേഹിച്ചവരുണ്ട്. എല്ലാം നഷ്ടമായെന്ന് കണ്ടപ്പോൾ നിന്നെ വിട്ടുപോയവരുമുണ്ട്. ഇങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവം കർത്താവ് തന്നത് നിന്നോടൊപ്പം ആരൊക്കെ ഉണ്ട് എന്ന് നോക്കാനാണ്. നീ സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചില്ലേ, എന്ത് വന്നാലും എന്നോടൊപ്പം എനിക്ക് ചുറ്റുമുള്ളവർ ഉണ്ടെന്ന്? നിന്റെ കഷ്ടതയിൽ ഇപ്പോൾ അവർ എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ബുദ്ധിയിലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഈ സമയം നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അപ്പോൾ നിനക്ക് കാണാം അളവില്ലാത്ത സ്നേഹം, അളവില്ലാത്ത നന്മ നിന്നിലേക്ക് വരുന്നത്. വചനം ഇപ്രകാരം പറയുന്നു. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.